പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 1. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. യേശുവിൻ്റെ സ്വർഗാരോഹണം. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങൾ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ട അതുപോലെ തന്നെ തിരിച്ചു വരും. മത്തിയാസ്. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, അൽഫയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ ഇവൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു. ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽദാമ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ എടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു,
കർത്താവെ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ലൂക്കാ സുവിശേഷത്തിൻ്റെ തുടർച്ചയായി വിശുദ്ധ ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായം കർത്താവായ ഈശോമിശിഹായുടെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ആദിമസഭയുടെ സുപ്രധാനമായ കാലഘട്ടത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസങ്ങളോളം അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ചത് സഭയുടെ അടിത്തറ ഭദ്രമാക്കുന്നതിനായിരുന്നു. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ജെറുസലേമിൽ കാത്തിരിക്കാൻ കർത്താവ് നൽകിയ കൽപ്പന സഭയുടെ ദൗത്യം കേവലം മാനുഷികമല്ല, മറിച്ച് ദൈവികമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന ശിഷ്യന്മാരുടെ ആകാംക്ഷയ്ക്ക് അപ്പുറം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷികളാകാനുള്ള വിളി ഇതിലൂടെ വെളിപ്പെടുന്നു. പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഒരുങ്ങാനാണ് ഈ അധ്യായം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ചരിത്രപരമായ ഈ പശ്ചാത്തലം സഭയുടെ അധികാര ശ്രേണിയും ദൗത്യവും ദൈവനിശ്ചയപ്രകാരം എങ്ങനെ ആരംഭിച്ചു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണമാണ് ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ സന്ദേശവും പ്രവചനവും. ഇത് കേവലം ഒരു ശക്തിയല്ല, മറിച്ച് തൃത്വത്തിലെ 3-ാം ആളായ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന വാഗ്ദാനം ഇന്നും കത്തോലിക്ക സഭയുടെ ഓരോ കൂദാശകളിലും സജീവമായി നിലനിൽക്കുന്നു. ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാരുടെ ഇടയിൽ അനുഭവപ്പെട്ട ശൂന്യതയെ നികത്തുന്നത് വരാനിരിക്കുന്ന ഈ ആത്മാഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ്. വിട്ടുപിരിഞ്ഞുപോയ യൂദാസിന് പകരമായി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് വഴി സഭയുടെ ദൃശ്യമായ അധികാരവും അപ്പോസ്തലിക പിന്തുടർച്ചയും പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ എങ്ങനെയാണ് ക്രമീകരിക്കപ്പെടുന്നതെന്ന് ലൂക്ക വിവരിക്കുന്നു. മാതാവായ മറിയത്തോടൊപ്പം ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർ സഭയുടെ പ്രാർത്ഥനാ ജീവിതത്തിനും ആരാധനാക്രമത്തിനും വലിയൊരു മാതൃകയാണ് നൽകുന്നത്. ഈ വിനയവും വിധേയത്വവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർക്കാൻ നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നു. അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം എന്നത് വെറുമൊരു പ്രസംഗമല്ല, മറിച്ച് രക്തസാക്ഷിത്വം വരെ നീളുന്ന ആഴമായ സമർപ്പണമാണെന്ന് 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. സാക്ഷികൾ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് മൂലരൂപം സൂചിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി സ്വയം ബലിയാകാൻ തയ്യാറുള്ള ഒരു ഹൃദയമാണ് ഓരോ വിശ്വാസിക്കും വേണ്ടത്. യൂദാസിൻ്റെ വീഴ്ചയും അവൻ്റെ പരിതാപകരമായ അന്ത്യവും ദൈവത്തിൻ്റെ നീതിയെയും വരാനിരിക്കുന്ന ന്യായവിധിയെയും കുറിച്ചുള്ള വളരെ ഗൗരവമായ മുന്നറിയിപ്പ് നൽകുന്നു. തൻ്റെ വിളിയിൽ അവിശ്വസ്തനാകുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്ര ഭീകരമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന പ്രത്യാശയും സഭ നമുക്ക് നൽകുന്നുണ്ട്. തിന്മയ്ക്കും അനീതിക്കുമെതിരെയുള്ള ദൈവത്തിൻ്റെ അന്തിമവിധി സുനിശ്ചിതമാണെങ്കിലും മാനസാന്തരത്തിന് ഇനിയും സമയമുണ്ടെന്ന സന്ദേശമാണ് ഈ അധ്യായം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സുഖ സൗകര്യങ്ങളുടെ ലോകത്ത് ക്രിസ്തുവിനെ പ്രതിയുള്ള ചെറിയ പരിത്യാഗങ്ങളെങ്കിലും അനുഷ്ഠിച്ചുകൊണ്ട് നിത്യവും രക്തസാക്ഷികളാകാൻ നാം പരിശ്രമിക്കണം. ഈ പുരാതന സന്ദേശം ആധുനിക കാലഘട്ടത്തിലെ വിശ്വാസികൾക്ക് വലിയ ആത്മീയ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും വളരുമ്പോഴും മനുഷ്യഹൃദയങ്ങളിൽ അനുഭവപ്പെടുന്ന സമാധാനമില്ലായ്മയ്ക്ക് മരുന്നായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത്യാവശ്യമാണെന്ന് നാം തിരിച്ചറിയണം. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുക എന്ന സഭയുടെ ദൗത്യം ഇന്നും പൂർത്തിയായിട്ടില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കൂട്ടുത്തരവാദിത്വമാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും വിശ്വാസത്യാഗങ്ങളിലും പതറാതെ അപ്പസ്തോലന്മാരെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ വൈകിയേക്കാം എന്ന് തോന്നിയാലും അവിടുന്ന് അവിശ്വസ്തനല്ല എന്ന ബോധ്യം നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമുക്ക് ആശ്വാസം നൽകണം. ഇന്നത്തെ വെല്ലുവിളികൾക്കിടയിലും സഭയുടെ അധികാരത്തോടും കൂദാശകളോടും ചേർന്ന് നിൽക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ തോൽപ്പിക്കാൻ നമ്മെ സഹായിക്കും. ഈശോമിശിഹായുടെ 2-ാം വരവിനായുള്ള ജാഗ്രതയോടുള്ള കാത്തിരിപ്പാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം തന്നെ. നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും
എന്ന മാലാഖമാരുടെ വാക്കുകൾ നമ്മുടെ ജീവിത ലക്ഷ്യം വ്യക്തമാക്കുന്നു. സഭയുടെ ഓരോ മിഷൻ പ്രവർത്തനവും ആ നിത്യരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായുള്ള ഓട്ടമാണ്. സമയം അതിവേഗം കടന്നു പോകുന്നു എന്ന തിരിച്ചറിവ് നമ്മെ ഉണർത്തണം. ക്രിസ്തു രാജാവായി മടങ്ങി വരുമ്പോൾ അവിടുത്തെ മുൻപിൽ ലജ്ജയില്ലാതെ നിൽക്കാൻ തക്കവിധം വിശുദ്ധിയിൽ ജീവിക്കാൻ നാം ജാഗരൂകരായിരിക്കണം. ലോകം മുഴുവൻ അവിടുത്തെ ആധിപത്യത്തിന് കീഴിലാകുന്നതുവരെയുള്ള ഈ പോരാട്ടത്തിൽ നാം തെല്ലും മടുത്തു പോകരുത്. സഭയുടെ പ്രത്യാശയായ ആ മഹത്വപൂർണമായ മടങ്ങിവരവിനായി നമുക്കും ഒരുങ്ങാം. കർത്താവ് വരുന്നു. അവിടുത്തെ നമുക്ക് സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.